മലബാറിന്റെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ആത്മീയതയുടെ സുഗന്ധം പരത്തുന്ന ഒരു വലിയ തണൽമരമായി മമ്പുറം സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒളിമങ്ങാതെ നിൽക്കുന്നുണ്ട്. കേവലം ചരിത്ര താളുകളിൽ വായിച്ചു തീർക്കേണ്ട ഒരു നാമമല്ലാതെ മറിച്ച് നൂറ്റാണ്ടുകൾക്കിപ്പുറം ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങൾ പ്രത്യാശയുടെ പ്രകാശമായി ജ്വലിക്കുന്ന ആത്മീയ സാന്നിധ്യമാണത്. തങ്ങളുടെ ജീവിതം ഒരു വലിയ കാരുണ്യക്കടലായിരുന്നു. ജാതിയും മതവും നോക്കി മനുഷ്യരെ വേർതിരിക്കുന്ന ആ കറുത്ത കാലഘട്ടത്തിൽ മമ്പുറം തങ്ങൾ ഒരു ഉമ്മയുടെ മനസ്സോടെയാണ് ജനങ്ങളെ നോക്കിക്കണ്ടത്. സങ്കടക്കടലിൽ മുങ്ങി ജീവിതം വഴിമുട്ടി ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ പാവങ്ങളുടെ അഭയ കേന്ദ്രമായിരുന്നു മമ്പുറത്ത് ആ തിരുമുറ്റം. കോരിച്ചൊരിയുന്ന കർക്കടകത്തിലെ കറുത്ത രാത്രികളിൽ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ തിരുമുറ്റത്തേക്ക് ജനങ്ങൾ ഓടിയെത്തിയത് വെറുതെയല്ല. അവിടെ ചെന്നാൽ തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടാകും. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ആത്മീയതയുടെ ഒരു വലിയ സൂര്യനുണ്ടാകും എന്ന ആയത്തിലുള്ള ഉറപ്പായിരുന്നതിനു കാരണം. അവിടുത്തെ സന്നിധിയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ലായിരുന്നു. വിശന്നു വലഞ്ഞു വരുന്നവന്റെ വയറു നിറക്കാനും നെഞ്ചുപൊട്ടി വരുന്നവന്റെ കണ്ണീരൊപ്പാനും ആ തിരുകരങ്ങൾ എപ്പോഴും നീണ്ടിരുന്നു. ഹൈന്ദവ സഹോദരങ്ങൾക്ക് അദ്ദേഹം വെറുമൊരു മുസ്ലിം തങ്ങളായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ എല്ലാമായ കാവലാളായിരുന്നു. തന്റെ വിശ്വസ്തനായ കാര്യസ്ഥൻ കോന്തുനായരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനുമാണ് യഥാർത്ഥ മതം പഠിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ലോകത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ബ്രിട്ടീഷുകാരന്റെ ക്രൂരമായ പീരങ്കികൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമ്പോഴും ആത്മീയതയുടെ ആ തസ്ബീഹ് മാലയിൽ നിന്ന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും തുള്ളികളാണ് ആ മണ്ണിൽ ഇറ്റുവീണത്. ഭൗതികമായ ആഡംബരങ്ങളോ അധികാരത്തിന്റെ പത്രാസുകളോ മോഹിക്കാതെ ലളിത ജീവിതം നയിച്ചുകൊണ്ട് ജനകോടികളുടെ മനസ്സിൽ ചക്രവർത്തിയായി വായാൻ അദ്ദേഹത്തിന് സാധിച്ചു. രോഗബാധിതർക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒരു ഔഷധമായിരുന്നു. നിരാശരായവർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയൊരു പ്രത്യാശയായിരുന്നു. ഇന്ന് സ്വാർത്ഥതയുടെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അയൽക്കാരന്റെ വേദനകൾക്ക് നേരെ കണ്ണടക്കുന്ന ഭൗതികവാദികളായി നാം മാറുമ്പോൾ മമ്പുറം തങ്ങളുടെ ജീവിതം നമുക്കൊരു വലിയ വഴിവിളക്കാണ്. ജനങ്ങളുടെ വേദന സ്വന്തം വേദനയായി കണ്ട ആ വലിയ മനസ്സിനെയാണ് നാം മാതൃകയാക്കേണ്ടത്. അവിടുന്ന് പകർന്നു തന്ന ആ സ്നേഹത്തിന്റെ വെളിച്ചം ഇന്നും ആ മമ്പുറം മണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല. മനുഷ്യർ തമ്മിൽ അകലുന്ന ഈ കാലഘട്ടത്തിൽ ആ തിരുനബിയുടെ പൗത്രൻ കാണിച്ചു തന്ന കാരുണ്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ആ മഹാനുഭാവനോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ്. കാലം അതിന്റെ പ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുഗങ്ങൾ മാറുന്നു, തലമുറകൾ വരുന്നു പോകുന്നു. ചരിത്രത്തിൽ വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയ എത്രയോ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഓർമ്മകളിൽ നിന്ന് പോലും മറഞ്ഞുപോയിരിക്കുന്നു. എന്നാൽ ഭൗതികമായി ദുനിയാവിനോട് വിട പറഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഒരു ജനതയുടെ നെഞ്ചിലെ ജ്വലിക്കുന്ന സൂര്യനായി നിൽക്കുന്ന ഒരു നാമമുണ്ട്. അതാണ് വന്യരായ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ. അവിടുന്ന് വഫാത്തായിട്ടൊരു നൂറ്റാണ്ടിലധികം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇന്നും ആ മമ്പുറത്തെ മണ്ണിലേക്ക്, ആ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനസഹസ്രങ്ങളെ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലൊരു അത്ഭുതം തോന്നും. അധികാരത്തിന്റെ പത്രാസോ വലിയ സാമ്രാജ്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും ഇന്നും ആ മക്ബറയുടെ അരികിൽ വന്ന് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന കണ്ണീരൊഴിക്കുന്ന വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാലത്തിന് പോലും മായ്ച്ചു കളയാൻ കഴിയാത്ത എന്ത് കാന്തിക ശക്തിയാണ് ആ തിരുസന്നിധിയിലുള്ളത്? അതിന്റെ ഉത്തരം അവിടുന്ന് ജീവിച്ചു കാണിച്ചു തന്ന കാരുണ്യത്തിന്റെ വലിയ മനസ്സു തന്നെയാണ്. ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും വന്ന് വഴിമുട്ടുമ്പോൾ, രോഗബാധയാൽ ശരീരം തളരുമ്പോൾ, മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഇന്നും ഒരു വിശ്വാസി ഓടിയെത്തുന്നത് ആ മമ്പുറം മണ്ണിലേക്കാണ്. ജീവിച്ചിരുന്ന കാലത്ത് ആ തിരുമുറ്റത്ത് വന്ന സങ്കടം പറഞ്ഞവർക്ക് എങ്ങനെയാണോ ആശ്വാസം ലഭിച്ചത്, അതേ ആശ്വാസം ഇന്നും ആ മണ്ണിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഓരോ വിശ്വാസിയും ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മീയമായ ആ ശാന്തത, അവിടുത്തെ ബറക്കത്ത്
ഇന്നും ആ മണ്ണിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ്. ഏറ്റവും മനോഹരമായ കാഴ്ച ആ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല എന്നതാണ്. ജാതി മത ഭേദമന്യേ തങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് പരിഹാരം തേടി ഇന്നും എത്രയോ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ ആ മണ്ണിലേക്ക് വരുന്നുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾ കാണിച്ചു തന്ന ആ മതസൗഹാർദ്ദത്തിന്റെ വെളിച്ചം അവിടുത്തെ വഫാത്തിന് ശേഷവും ആ തിരുമുറ്റത്ത് ഒട്ടും മങ്ങാതെ ജ്വലിച്ചു നിൽക്കുന്നു. മരണത്തിന് മനുഷ്യന്റെ ശരീരത്തെ മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂ. എന്നാൽ ജനഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ട് തീർത്ത സാമ്രാജ്യത്തെ തൊടാൻ കാലത്തിന് പോലും കഴിയില്ലെന്ന് മമ്പുറം തങ്ങളുടെ തിരുസന്നിധി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ പുണ്യപുരുഷന്റെ ഓർമ്മകളും അവിടുത്തെ ആത്മീയ പ്രഭയും ലോകാവസാനം വരെ ആ മമ്പുറം മണ്ണിലും വിശ്വാസികളുടെ നെഞ്ചകങ്ങളിലും ഇതുപോലെ ഒളിമങ്ങാതെ നിലനിൽക്കുക തന്നെ ചെയ്യും. മുഹറം 7 മമ്പുറം തങ്ങളുടെ വഫാത്ത് ദിനമാണ്. അവിടുത്തെ സ്മരിക്കുന്നതോടൊപ്പം അവിടത്തേക്ക് വിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങൾ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യുക. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകുമാറാവട്ടെ.